അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ 7-9 മാസം ശേഷം മാസങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് നമുക്കതിൻ്റെ അകത്ത് ഫെയിലിയർ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രൂഡിൻ്റെ ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള ഇഷ്യൂ ഇന്ത്യക്ക് മോശമായ പേരുണ്ടാക്കി. അതിൻ്റെ ഡാമേജ് എവിടം വരെയാണ് കൺട്രോള്, അതാണ് പ്രാധാന്യം. അതായത് ഇന്ത്യയുടെ എക്കോണമി വീക്കായി. ഫഡ്ജിങ് 8.2 ഒന്നും കാണിച്ചിട്ട് ഒരൊറ്റ ഒരാളിപ്പോൾ വിശ്വസിക്കുന്നില്ല. റുപ്പിയയുടെ അതായത് ഇന്ത്യൻ കറൻസിയുടെ വില പോയി. അതേപോലെ എല്ലാം മീഡിയയും പറഞ്ഞു, ഞാനും പറഞ്ഞു, റഷ്യയുമായിട്ട് സ്വിഫ്റ്റ് ആ കോഡ് ഇല്ലാതാക്കും, അമേരിക്കൻ കറൻസി മൂലക്കിരുത്തും. ഇപ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടി. അതിലൊന്നും തൊടാൻ ഇന്ത്യ പോകുന്നില്ല. കാരണം അമേരിക്കയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നീക്കത്തിനും ഇന്ത്യ തയ്യാറല്ല. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ഭയന്നുപോയി. അതാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് റഷ്യയോട് പോലും അകൽച്ച കാണിക്കുന്നത്. കാരണം ഈ പല ഡീലുകളും, അതായത് ഷിപ്പ് പോകുന്നു, സാധനം എടുക്കുന്നു, ഇന്ത്യയിലുള്ള ജോലിക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇതൊന്നുമല്ല ക്രൂഷ്യലായിട്ടുള്ള ഡീല്. ക്രൂഷ്യലായിട്ടുള്ള ഡീൽ എന്ന് പറയുന്ന ഡിഫൻസ് ഡീല് തന്നെയാണ്. അത് ഇന്ത്യ കാര്യമായിട്ട് റഷ്യയുടെ കൂടെ പോകാൻ തയ്യാറല്ല. ഒന്ന്, ഇന്ത്യൻ ഡിഫൻസിൻ്റെ ഒഫീഷ്യൽസിൻ്റെ ശക്തമായ എതിർപ്പ്. രണ്ടാമത്, ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയെ തള്ളിപ്പറയാനും ഒറ്റപ്പെടുത്താനും ഇന്ത്യ തയ്യാറല്ല. അത് ഇന്ത്യക്ക് അറിയാം, ഇന്ത്യ ഗവൺമെൻറ് മോദിക്കും അറിയാം. അതിലുണ്ടാകുന്ന ബാക്ക്ലാഷും സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതിലും മുകളിലായിരിക്കും. ഇതാണ് എൻ്റെ കാര്യം. അതായത് ഇന്ത്യ ഇൻ ഫ്യൂച്ചർ ഫർദർ, എൻ്റെ ആ പഴയ പല വീഡിയോകൾ നിങ്ങൾ റെഫർ ചെയ്താൽ മനസ്സിലാക്കാം, ഒരു കുന്തവും ഡിഫൻസുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങില്ല. ഉള്ള സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പരിപാടികൾ മാത്രം എടുക്കും. ഗ്രാജുവലായിട്ട് 10-15 വർഷം കഴിയുമ്പം റഷ്യൻ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇവർ വൈപ്പ് ഔട്ട് ചെയ്യും. ഇത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. കാരണം ഈ നാറ്റോയുടെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ സാധനങ്ങൾക്കിടയ്ക്ക് റഷ്യൻ സാധനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇക്കോസിസ്റ്റം ഉണ്ട്, അത് തൊലഞ്ഞു പോകും. അപ്പോൾ ഇവരെ പിണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സർവീസും പരിപാടിയൊക്കെ ഇല്ലാതാകും. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറല്ല. അതുമല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് റഷ്യയോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധം നിർത്തിയാൽ മാത്രമേ എണ്ണയുമായിട്ടും മറ്റുള്ള കരാറിലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാലാണ് കൂടുതൽ ട്രേഡും ബന്ധങ്ങളും ഒക്കെ നടത്താൻ പറ്റുകയുള്ളൂ. അതും ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു.